ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ലേഡീസിൻ്റെയും ജോലി എങ്ങനെ എളുപ്പമാക്കാം എന്നതിനുള്ള ഒരു ടിപ്പാണ്. നമുക്കറിയാം വറുത്തരച്ച കറി എന്ന് പറയുന്നത് അത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വറുത്തരച്ച കറി കൂട്ടാൻ. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് ആവശ്യമാണ് അല്ലേ? നമ്മൾ തേങ്ങ ചിരകി അത് വറുത്ത് അത് അരച്ച് എന്നിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിലും രുചിയിലോടെ, അതായത് നിങ്ങൾ എങ്ങനെയാണോ ഇതൊക്കെ ചിരകി വറുത്ത് രുചിയാക്കുന്നത് അതിലും രുചിയിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാനിന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മൾ വറുത്തരച്ചത് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എവിടെയെങ്കിലും ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ മൊത്തം പാളിപ്പോവും. ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ 5 മിനിറ്റ് കൊണ്ട് വറുത്തരച്ച കറികളൊക്കെ നല്ല രുചിയിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്, പിന്നെ ഇനി ഓണം വരാൻ പോവാണ്, ഇതുപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സദ്യയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. ആൻഡ് ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്ന, എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ആൻഡ് യൂസ്ഫുൾ ആവും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിവിടെ ഓണത്തിനും അതുപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മാസമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മളിവിടെ ഒരു 8 തേങ്ങ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ 2 തേങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ആ കുറച്ച് ആവശ്യമുള്ളത് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ വെള്ളം വറ്റിയ തേങ്ങയായിരിക്കണം എടുക്കേണ്ടത്. തേങ്ങ വെള്ളമുള്ള തേങ്ങ എടുക്കരുത്, തേങ്ങ വെള്ളം വറ്റിയ തേങ്ങയായിരിക്കണം. ഒരുപാട് ഡ്രൈ ആയ തേങ്ങയും ആയിരിക്കരുത്. നമ്മളിവിടെ കൊപ്ര തേങ്ങ എന്ന് പറയും, അതെടുക്കരുത്. വെള്ളം വറ്റിയ തേങ്ങ എടുക്കുക. എന്നിട്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ചിരകാൻ പറ്റില്ല, അത് ചിരട്ടയിൽ നിന്ന് ഇളകിപ്പോരും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനുപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ലപോലെ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചീത്തയായി പോകും. എന്നിട്ട് നമ്മളിപ്പം ഒത്തിരി ഉണ്ടാക്കുന്ന കാരണം ഉരുളിക്കകത്ത് തയ്യാറാക്കുന്നതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ 2 തേങ്ങയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൗന്ന് ചീൻചട്ടിയിൽ വെച്ചിട്ടും ഇതുണ്ടാക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്സിക്കകത്ത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക. അതായത് ചെറുതായിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുക്കുന്ന പാകത്തിന് ഇത് മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന മിക്സി നല്ലപോലെ തുടച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം മാത്രം ഇതിന് ഉപയോഗിക്കുക. നനവുള്ളതൊന്നും തന്നെ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വെള്ളം ഒട്ടും തട്ടിക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ മിക്സിക്കകത്ത് മൊത്തം തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ, അതായത് നമ്മൾ ചെറുതായിട്ട് തേങ്ങ ചിരകിയെടുക്കുന്ന പാകത്തിനാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ, അതും ഞാൻ പറഞ്ഞ പോലെ കഴുകി തുടച്ച് ഡ്രൈ ആക്കിയ പാത്രമായിരിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഈ വറവിനകത്തുനിന്ന് തേങ്ങയ്ക്കകത്ത് നിന്ന് വെളിച്ചെണ്ണ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കുന്നത് നിർത്താനേ പാടില്ല, കാരണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അത് ഇറക്കി വെക്കണം. നമ്മളിപ്പോൾ ഉരുളിക്കകത്താക്കുന്ന കാരണം, ഇറക്കി വെച്ച ഉരുളിയുടെ ചൂട് കാരണം അതിനകത്തുനിന്ന് പിന്നെയും അത് കുറച്ചും കൂടെ ആവും. അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു 2 തേങ്ങയോ 4 തേങ്ങയോ ഒക്കെ ചീൻചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അത് ഇറക്കുക. അതിനുശേഷം വീണ്ടും ആക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോവും. പിന്നെ അതിന് അരപ്പിനൊരു കയ്പ്പ് രസം വരും, ആ രുചി ഉണ്ടാവില്ല. അപ്പം ഇതിന് നല്ല രുചിയാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഈ ഒരു വെള്ളം വറ്റിയ തേങ്ങ എടുത്തത് കൊണ്ട് തന്നെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് വരും. അപ്പം എന്നിട്ട് മിക്സിക്കകത്ത് ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ എണ്ണയിലാണ് ഇത് അരയുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. എന്നിട്ട് നല്ല പോലെ
ഉണക്കി തുടച്ചെടുത്ത ഒരു പരന്ന പാത്രത്തിലേക്ക് ആ അരപ്പ് ഒഴിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു ഇതിനെടുക്കുന്ന ഒരു പാത്രത്തിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ഇതിനെല്ലാം യൂസ് ചെയ്യാൻ. എന്നിട്ട് അത് പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രാത്രി നിങ്ങൾ ഫ്രീസറിൽ വെക്കുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്കത് പുറത്തെടുത്ത് വെക്കാം. ഇത് കണ്ടോ, ഞാൻ അടച്ചു വെച്ചത് കൊണ്ട് അതിൻ്റെ മേലെ മുഴുവൻ വെള്ളം വീണിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം തട്ടാൻ പാടില്ല. എല്ലാം നമ്മൾ അത്രയും ഡ്രൈ ആയിട്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. എന്നിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചത് പുറത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തണുപ്പ് പോയി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പാകത്തിനാവുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളതൊരു നല്ല ഇതുപോലെ കഴുകി തുടച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. എന്നിട്ട് നിങ്ങൾ വറുത്തരച്ച കറി ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഇപ്പം ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രമേ ഉള്ളൂ. തേങ്ങ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തരച്ചതാണിത്. അപ്പം നിങ്ങൾക്ക് കറികളിൽ മറ്റ് വെളുത്തുള്ളി, കുരുമുളക് അതൊക്കെ ചേർക്കണം. ഇപ്പം ചില കറിക്ക് ആവശ്യമാണ്, ചില കറിക്ക് ആവശ്യമില്ല. അപ്പം ആവശ്യമുള്ള കറികൾക്ക് അത്തരം കൂട്ടൊക്കെ ചേർത്തിട്ട് ഈ ഒരു അരപ്പ് ഇടേണ്ട സമയത്ത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് നിങ്ങൾക്ക് കറിയിൽ ചേർത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കറി തയ്യാറാക്കാൻ പറ്റും. കറിക്കകത്ത് ഇത് ഇടേണ്ട സമയത്ത് എത്ര ക്യൂബ്സ് ആണോ ആവശ്യം ആ ക്യൂബ്സ് എടുത്തിട്ട് നോക്കുക. ആൻഡ് സാധാരണ വറുത്തരച്ച കറിയേക്കാളും രുചി കൂടുതലാണ് ഇങ്ങനെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ. സമയവും ഒത്തിരി നിങ്ങൾക്ക് ലാഭമായിരിക്കും. അപ്പോൾ തയ്യാറാക്കി നോക്കുക. പിന്നെ ഇത് ഞങ്ങളെപ്പോലെ മാസാക്കിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ, ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് ബോക്സിനകത്ത് ഇട്ടിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ളത് തീരുമ്പോൾ ഫ്രീസറിൻ്റെ അകത്തുനിന്ന് നിങ്ങളെടുത്ത് സ്റ്റോർ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, 6 മാസം. അതുപോലെ നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നല്ലപോലെ വറുത്തരച്ചതാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 1 വർഷം വരെ വേണമെങ്കിൽ ഇതിരിക്കും കേടാവാതെ. അപ്പം നിങ്ങൾക്ക് ഇനി മുതൽ വറുത്തരച്ച കറി വളരെ രുചിയോടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എടുക്കുന്ന തേങ്ങാവെള്ളം വറ്റിയ തേങ്ങയായിരിക്കണം. ഭയങ്കര ഡ്രൈ ആയ തേങ്ങ എടുക്കാൻ പാടില്ല, പച്ചത്തേങ്ങ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, വറക്കുന്ന സമയത്ത് അത് ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ വറക്കണം. പക്ഷെ അത് ഡാർക്ക് ബ്രൗണിന് മേലെ പോകാൻ പാടില്ല, പിന്നെ അതിന് കയ്പ്പ് രസം വരും. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ വീട്ടിലൊരു 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 തേങ്ങയോ 4 തേങ്ങയോ ഒക്കെ ആക്കി വെക്കാം. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ വെച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് നോക്കൂ. എന്നിട്ട് യൂസ്ഫുൾ ആവുക എന്ന് കാണുകയാണെങ്കിൽ ഇതുപോലെ മാസമായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഓണവും വിഷു ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, നല്ല രുചിയിൽ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രുചി കൂടുകയാണ് ചെയ്യുന്നത്, എന്നാൽ സമയം നമുക്ക് ഒത്തിരി ലാഭിക്കാനും പറ്റും. അപ്പം അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചെയ്ത് നോക്കുക. അപ്പം ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം എന്തായാലും ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.